ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് രാവിലെ ഒരു 5:30 മണി മുതലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേദിവസം തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാള, തക്കാളി ഒക്കെ കൂടി വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഞാൻ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് കഴിഞ്ഞപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രമാണ് ഇന്ന് പോകുന്നുള്ളൂ. രണ്ടാമത്തെ ആൾക്ക് ഇന്നിപ്പോൾ ലീവാണ്. ലഞ്ച് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കോവക്ക മെഴുക്ക് വരട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് കറിയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് താമസം മാറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. ഒരു 3-4 ദിവസത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. മാറാനുള്ള കാരണം എന്താണെന്ന് ഇനി പറയാം കേട്ടോ. അതായത് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോവാണ്. മേളിലേക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെൻറ്റിന് വീട് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ആയിട്ടില്ല. ഉടനെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുൻപ് തന്നെ കുറേ കാര്യങ്ങളും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടില്ല. എന്നാലും കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു ദിവസം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ ദിവസം സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും കൂടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സ്റ്റെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റെയർ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കിച്ചണിൽ നിന്നാണ്, അതായത് നമ്മൾ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് സ്റ്റെയർ മേലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഇവിടെ നിന്ന് മാറ്റാനാണ് വിചാരിക്കുന്നത്. താഴെ വരുന്ന മാറ്റാണ് സ്റ്റെയർ കേസ് വെക്കുക, പിന്നെ കിച്ചൺ മാറ്റുക, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ ഒന്ന് ചേഞ്ച് ചെയ്യുക. അത്രയാണ് താഴെയുള്ള മാറ്റങ്ങൾ. അപ്പോൾ മേലെ താഴത്തെ പോലെ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ മേലെയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈനാപ്പിൾ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോൾ തണുത്തിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണത്.
അപ്പോൾ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഐറ്റംസും കൂടെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ സമയം കിട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും കൂടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലാകുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും എടുത്ത് പാക്ക് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് വേണ്ടത് വെച്ചിട്ട് ബാക്കിയൊക്കെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ മാത്രമാണ് ഇന്നെടുത്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ വേറെ ദിവസങ്ങളിൽ എടുത്ത് വെച്ചത് ഓരോ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അതും കൂടി ഇതിൽ ഞാൻ കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും പിന്നെ ഇടയ്ക്ക് അങ്ങനെ വെയിലും അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ മാറ്റൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചെമ്മീൻ കറി റെഡിയാക്കുന്നുണ്ട്, പിന്നെ പരിപ്പും പീച്ചിങ്ങയും കൂടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പീച്ചിങ്ങയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ചിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.